കാപ്പി ഇല്ല ബിഗ് ബോസ്. കട്ടൻ കാപ്പി വേണം ബിഗ് ബോസ്. കക്കൂസിലൊക്കെ മുടിഞ്ഞ തിരക്കാണ് ബിഗ് ബോസ്. തിരക്ക്. കിച്ചുമോനെ, എന്റെ കിച്ചുമോനെ കാണാതെ രേണുമ്മയ്ക്ക് വയ്യടാ, വയ്യ. അല്ല രേണു ചേച്ചി, അപ്പൊ രേണു ചേച്ചിക്ക് ഋതപ്പനെ കാണണ്ടേ? ഋതപ്പനെ മിസ് ചെയ്യുന്നില്ലേ രേണു ചേച്ചി? ഓ, ഋതപ്പന്റെ പേര് കൊണ്ട് വലിയ കാര്യമില്ലല്ലോ. കിച്ചുവിന്റെ പേരാകുമ്പോഴത്തേക്ക് ഇവിടെ പുറത്ത് PR ടീമിനെടുത്ത് ആഘോഷിക്കാം. പാവപ്പെട്ട അമ്മ കിച്ചുവിനെ കാണാതെ ബിഗ് ബോസിൽ നൊന്ത് കരയുന്ന അമ്മ എന്ന് പറഞ്ഞ് PR ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഈ ഒരു സാധനം. അപ്പോ എന്തോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് ആവണ്ട. കാരണം എനിക്ക് വീണ്ടും ഒരു സംശയം. ഈ രേണു താമസിക്കുന്നത് കോട്ടയത്തും കിച്ചു താമസിച്ചുകൊണ്ടിരുന്നത് കൊല്ലത്തും അല്ലേ? കിച്ചു അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ടായിരുന്നല്ലോ. അപ്പൊ ഇവർ തമ്മിൽ അത്ര വലിയ കണക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ബിഗ് ബോസിനകത്തിരുന്ന് രേണു ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ. എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? അല്ല, അങ്ങനെ കരയുകയാണെങ്കിൽ മക്കളെ കാണാത്തതിൻ്റെ പേരിലുള്ള വിതുമ്പലാണെങ്കിൽ ഋതപ്പൻ രേണുവിൻ്റെ കൂടെ കോട്ടയത്തുണ്ടായിരുന്ന പയ്യനാ, അവൻ്റെ പേരും പറഞ്ഞല്ലേ ആദ്യമേ കരയത്തുള്ളൂ. ആരാണെങ്കിലും. എന്നിട്ട് കിച്ചു. ഇനി അതൊക്കെ പോട്ടെ, എല്ലാം വിട്ടുകളയാം. രേണു ഈ കരയുന്നതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ഇങ്ങനെ എന്താണ് നമ്മുടെ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ മുഖം തുടയ്ക്കുന്നുണ്ടേ. ഇങ്ങനെ കരയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ടിട്ട് ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എപ്പിസോഡ് കണ്ടവർ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു കാണും. ഞാൻ ശ്രദ്ധിച്ചു. എടുത്ത് നമുക്കിവിടെ സൈഡിൽ വെക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ പോർഷൻ ഞാൻ കട്ട് ചെയ്തങ്ങ് വെച്ചാൽ വേണമെങ്കിൽ നമ്മുടെ തംബ്നെയിലിൽ കൊടുത്തേക്കാം അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫോട്ടോ. ക്യാമറയിലോട്ട് ആദ്യമേ ഒരു പാവയാ എന്താ അവിടെ ഇരിപ്പുണ്ട്, എന്നിട്ട് അതിനെ കുറെ കുറ്റം പറയുന്നുണ്ട്. അയ്യേ, ഇതിന് കണ്ണ് കാണത്തില്ല, ഇതിനോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ആരും ഇല്ലല്ലോ, ആരും ഇവിടെ പുറകിലില്ലല്ലോ കണ്ടസ്റ്റന്റ്, ഞാൻ കരയട്ടെ, ആ ഒരു മോഡാ, അല്ലാതെ വേറൊന്നുമല്ല. അവിടെ ആരും ഇല്ലാത്തതൊക്കെ നോക്കിയാണ് ചേച്ചി കരയുന്നത്. പക്ഷേ ചേച്ചി പൊട്ടിയൊന്നും അല്ല. അവിടെ ക്യാമറ ഉണ്ടെന്നും ക്യാമറ വഴി ആൾക്കാരെല്ലാം കാണുമെന്നും ചേച്ചിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് നാടകം അവിടെ ഇരുന്നുണ്ട്. പക്ഷേ ഒന്നും ഏക്കത്തില്ല ചേച്ചി. ഇപ്പോഴും കുറെ പേര് വരും മിക്കവാറും കമന്റ് ബോക്സിന്റെ അടിയിൽ PR-ന്റെ കുഞ്ഞുങ്ങൾ. പക്ഷേ കാര്യമില്ല. PR-ന്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ ഒരു പരിപാടി കണ്ടിട്ട് കുറെ ആളുകൾ ഇവരെ സത്യം പറഞ്ഞാൽ വിമർശിക്കുകയാണ് ഞാനും ചെയ്യുന്നത്. അല്ലാതെ ഇവരെ വേറൊന്നും അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഇവരോട് എതിർപ്പുണ്ടായിരുന്ന ഇവരുടെ പല കാര്യങ്ങളും കണ്ടിട്ട് എതിർപ്പുണ്ടായിരുന്ന ആളുകൾ ഇവരുടെ ഈ കരച്ചിലും പിഴിച്ചിലും ആ സെപ്റ്റിക് ടാങ്ക് ഈ പരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നേരെ ഉൾട്ടയടിച്ച് ഇവരുടെ അടുക്കിലോട്ട് ചാടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ സത്യാവസ്ഥ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാതെ കണ്ട കള്ളക്കരച്ചിലിൽ പോയി വീടരുത്. എനിക്കതാണ് തുടക്കത്തിലെ പറയാനുള്ളത്. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 6-ന്റെ റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങനെ സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ രാവിലെ തന്നെ എപ്പിസോഡ് 6-ന്റെ തുടക്കത്തിൽ രേണു ചേച്ചിയുടെ കരച്ചിലാണ്. വയ്യ ചേച്ചിക്ക്. പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തുള്ളി കളിക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് ക്യാമറ നേരെ പോകുന്നത് രേണുവിൻ്റെ അടുക്കലാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കാലത്തേക്ക് മിക്കവാറും ബിഗ് ബോസ് ആരെ കാണിച്ചില്ലെങ്കിലും, ആരുടെ ഫുൾ ഫേസും ഫുൾ ഫിഗറും കാണിച്ചില്ലെങ്കിലും രേണുവിനെ കാണിച്ചിരിക്കും എന്തെങ്കിലുമൊക്കെ. ലൈവ് കണ്ടപ്പോഴത്തേക്ക് ഒരുപാടൊന്നും രേണു ചേച്ചിയുടെ ഒന്നും ഇല്ലായിരുന്നു. ഈ രാവിലത്തെ തട്ടുമുട്ട് കരച്ചിലും പിന്നെ അനീഷുമായിട്ടുള്ള കുറച്ച് കടിപിടിയേ ഉള്ളൂ. അല്ലാതെ ഗെയിമും ടാസ്കും ഒന്നും ഇല്ല. പക്ഷെ ചേച്ചി കരഞ്ഞാൽ അത് ഒപ്പിയെടുത്ത് കാണിക്കും. അതാണ് അതിൻ്റെ ഒരു ഏത് മനസ്സിലായല്ലോ. അപ്പൊ കൂടുതലൊന്നും ഇനി ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും രേണു അനീഷുമായിട്ടുള്ളൊരു യുദ്ധം നടക്കുന്നുണ്ട് രാവിലെ. കനത്ത യുദ്ധമാണ്. രേണു എന്തോ ഉറക്കമാണെന്നൊക്കെ പറഞ്ഞ് അനീഷ് ചുമ്മാ ചക്ര അനീഷിനെ അറിയാലോ, ചൊറിയണം. ആ ഒരു ചൊറിച്ചിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഏതാണ് നീ എന്നെ എടി പോടി, അങ്ങനത്തെ എടിയെന്നോ നീയെന്നോ എന്തോ വിളിച്ചപ്പോഴത്തേക്ക് രേണു പറയുന്നുണ്ട്, നീ എന്നെ അങ്ങനൊന്നും വിളിക്കണ്ട, നീ എന്നെ രേണു സുധി, കേട്ടല്ലോ, രേണു സുധി അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ്, സുധി ആരാ, ഏതാ സുധി, എനിക്കറിയത്തില്ല സുധിയെ എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഉടനെ അനുമോൾ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ അത് വേണ്ട, അത് വളരെ റോങ് ആണ് എന്നൊക്കെ അനുമോൾ ഒരു സൈഡിൽ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് രാവിലെ നടക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പണിപ്പുര ടാസ്കിൽ അക്ബർ അകത്ത് പോയി ഫുഡ് ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അക്ബർ അകത്ത് പോയി എടുത്തുകൊണ്ട് പുറത്ത് വരുന്നുണ്ട്. പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര പോയിന്റ്സ് 500 പോയിന്റ്സിനുള്ള എടുക്കാവുള്ളൂ ഫുഡ്. ഞാൻ ഓൾറെഡി ഇതൊക്കെ കുറച്ച് വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മുടെ ലൈവിൽ. അതുകൊണ്ടാണ് ഓൾറെഡി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഒരുപാട് അങ്ങനെയുള്ള കോണ്ടന്റുകളുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പോർഷൻസ് ഞാൻ ഒരുപാട് അങ്ങോട്ട് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. കുറച്ച് ക്യാപ്സ്യൂൾ പരുവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞു വിടാം. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ അക്ബറാണ് പണിപ്പുര ഹൗസിൽ പോയിട്ട് ഫുഡ് ഐറ്റംസിൻ്റെ എടുത്തുകൊണ്ട് വരുന്നത്. 500 പോയിന്റ്സേ ഉള്ളൂ. പക്ഷേ എടുത്തപ്പോഴത്തേക്ക് 619 690 എങ്ങാണ്ട് പോയിന്റ്സിൻ്റെ എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി തിരിച്ചു വെക്കുക, അതാണ് മാന്യത. ഒന്നാമത്
പാവങ്ങൾക്ക് നല്ല പണിയാണ് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊക്കെ എടുത്ത് മൊത്തത്തിൽ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ പെടും. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇവനിത് എടുത്തുകൊണ്ട് പുറത്ത് വന്നപ്പോൾ ഇങ്ങനെ കുറച്ച് കൂടി എടുത്തവായി നമ്മുടെ അനീഷ് കോമണർ മൊണ്ണ അവൻ പറയുന്നത്, ബിഗ് ബോസ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ തിരിച്ചങ്ങ് എടുത്തേക്ക്, വേണ്ട ഒന്നും കൊടുക്കണ്ട, അവൻ കൂടുതൽ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒച്ച ഉണ്ടാക്കുന്നത് കണ്ടു. അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇവനെ എടുത്തങ്ങ് ഊക്കി. അതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് ഓവറാണ്. അനീഷിൻ്റെ അത് അവൻ്റെ ഗെയിം അല്ല കേട്ടോ, അവൻ്റെ മണ്ടത്തരമാണ്. ഇവനൊരു പൊട്ടനും മണ്ടനുമാണെന്നുള്ള കാര്യം ഏതാണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ട് ഈ ലൈവ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി അത് പറഞ്ഞ കാര്യമാണ്. ഇവനൊരു അത്യാവശ്യം നല്ലൊരു മൊണ്ണയാണ് ഇവൻ. ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ചൊറിഞ്ഞുകൊണ്ടുള്ള കുറച്ച് പരിപാടികളെ ഇവനെ അറിയത്തുള്ളൂ. അതല്ലാതെ ടാസ്കിലൊന്നും ഇവൻ ഒട്ടും ഒരു തേങ്ങയില്ല, ഇവൻ ഒന്നുമില്ല. ഒരു ഗെയിം, ഒരു ക്യാപ്റ്റനായിട്ട് നിന്നൊരു ഗെയിം കളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അനീഷിനെ അറിയത്തില്ല. അത്ര നല്ല ഒരു മൊണ്ണയാണ് അവൻ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുന്നുണ്ട്, പോയിന്റ്സ് ഒക്കെ എടുത്ത അക്ബർ വരുന്നുണ്ട്. അതിനുശേഷം അവർക്ക് ആ ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഒണീലും പിന്നെ നമ്മുടെ റെന ഫാത്തിമ ഇവരുടെ ഒരു ചെറിയ ചൊറിച്ചിൽ നിന്ന് നടക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. അത് കണ്ടന്റിന് വേണ്ടി, അത് അറിയാതെ റെനയുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട്. കണ്ടന്റിന് വേണ്ടി ഒനീലിന്റെ പുറകെ നടന്ന് ചൊറിയുന്നുമുണ്ട്. അപ്പൊ ഈ ചൊറിച്ചിൽ ഇങ്ങനെ പുറകെ നടന്ന് ചൊറിയുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അക്ബറും അപ്പാനിയൊക്കെ പറയുന്നുണ്ട്, നീ എന്തിനാ ഈ പുറകെ നടക്കുന്നേ, വിട്, ഇല്ലില്ല ഞാൻ പോകും. ഉടനെ അവരവരുടെ വഴിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ ഇടപെടണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും അങ്ങ് പോയി. അവർ പിന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവള് കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ചുമ്മാ നടന്ന ആ പുള്ളിയുടെ പുറകെ നടന്ന് ചൊറിയുന്ന കണ്ടു. ഒനീല് മൊത്തത്തിൽ ഇന്ന് ചൊറിച്ചിലിന് ഇരയായ ഒരു വ്യക്തിയാണ്. കാരണം അതിന് ശേഷവും ഒരു ലൈക്ക് എര എന്ന് പറയുന്നില്ല, ചൊറിച്ചിലിന് ഇരയാണോ അല്ല, പക്ഷെ മൊത്തത്തിൽ ഒനീലിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് നമ്മുടെ ബിന്നി ഒരു പരിപാടി കാണിച്ചപ്പോഴത്തേക്ക് അവിടെയും ഒനീലിൽ നല്ല കലിപ്പ് വന്ന് പുറത്തു വല്ലോടെങ്കിൽ മൂക്കിടിച്ച് പൊളിക്കുന്ന ഒരു മൂഡിലേക്കൊക്കെ പോയാനേ. അപ്പം അതൊക്കെ വരാം. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് ഈ അലച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒനീലിൻ്റെ പുറകെ ഈ റെന ഫാത്തിമ നടക്കുന്നത്. പിന്നെ ഒരു സംഭവം നടക്കുന്ന ആര്യൻ അനുമോള്, അവിടെ ഇവരുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. അനുമോളെ എന്തോ കൈവച്ച് ഇവരെന്തോ കാണിച്ചെന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ ഒരു വഴക്ക് നടക്കുമ്പോഴത്തേക്ക് അറിയാലോ ആര്യൻ്റെ നേരത്തോട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചാടി വീണു നമ്മുടെ അക്ബർ. അപ്പാനി പിന്നെ അധികം അങ്ങോട്ട് വന്നില്ല, പക്ഷെ എന്നാലും അക്ബറൊക്കെ വന്നിട്ടുണ്ട്. ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കുറേ ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്. അനുമോള് മാറി നിന്ന് കരച്ചിൽ പ്രയോഗം നടത്തുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശാരികയൊക്കെ അങ്ങോട്ട് ചാടി വീണിട്ട് ഈ കരച്ചിൽക്കാരിവിടെ വേണ്ട എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതൊക്കെ പറയാനേ സത്യം പറഞ്ഞാൽ ശാരികയെ കൊണ്ട് അറിയത്തുള്ളൂ. ശാരികയ്ക്ക് ഒരു ഗെയിമും ഇല്ല, ഒരു ടാസ്കിൽ ആക്റ്റീവും അല്ല. ചേച്ചിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. പിന്നെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ മറ്റേ അടിച്ചിട്ട് അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പാനി അനീഷിനിട്ട് നല്ല ചൊറിച്ചിൽ കൊടുക്കുന്നുണ്ടോ. ഇരുന്നിരുന്ന ആ കനത്തിൽ അപ്പാനി ചൊറിയുന്നുണ്ട് ഇന്ന് അനീഷിനെ. ഈ ഒരു ചൊറിഞ്ഞുകൊണ്ട് തന്നെ അടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ടാസ്ക് അല്ല, നമ്മുടെ ജയിൽ നോമിനേഷൻ. അപ്പോൾ ഈ ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ലാസ്റ്റിലെ ടാസ്കിൽ 11 പേര്, പോയിന്റ് ഒന്നും കിട്ടാത്ത 11 പേരെയാണ് ജയിൽ നോമിനേഷന് എടുക്കുന്നത്. അപ്പം നമ്മുടെ ക്യാപ്റ്റൻ അനീഷിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. അതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ അപ്പാനി നൈസായിട്ട് അനീഷിനെ ചൊറിയുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് മോൻ എന്ത് ചെയ്തു, അപ്പാനിക്കിട്ട് കൊടുത്തു. ഒരു കപ്പ് ഡയറക്റ്റ് അപ്പാനിയെ പിടിച്ചാക്കി നോമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അവിടുത്തെ കണ്ടസ്റ്റൻസിനെല്ലാം കൂടെ ഈ 11 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അനുമോളിനാണ് പണി കിട്ടിയത്. അങ്ങനെ 2 പേരും ജയിലിലേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഈ നോമിനേഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ജയിലിലേക്കുള്ള ആ ഒരു നോമിനേഷൻ്റെ സമയത്താണ് ബിന്നി ഒനീലിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ബിന്നി ഒനീലിൻ്റെ പേര് പറഞ്ഞു. ഒനീൽ ആക്റ്റീവ് അല്ല എല്ലാ കാര്യത്തിലും. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതായത് എന്താണ്, കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന മാത്രമല്ല അവിടുത്തെ എല്ലാ കാര്യത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ പോലാണ് ഒനീൽ. പക്ഷേ എന്നിട്ട് അത്രയ്ക്കും ആക്റ്റീവ് അല്ല എന്നൊരു സാധനം പറഞ്ഞു. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും പൊളിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഒനീലിന് നല്ല പൊലിഞ്ഞു. ഒനീൽ പൊലിഞ്ഞിട്ട് ഒനീൽ എന്താ ചെയ്തതെന്നറിയോ, തെറി പറയാനോ ഒച്ച ഉണ്ടാക്കാനോ നിന്നില്ല. കൈകൊണ്ട് മറ്റേ ക്ലാപ്പ് അടിച്ചു. അവൻ്റെ ക്ലാപ്പിലും അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനിലും നമുക്ക് മനസ്സിലായി കൈയിലെങ്ങാനും കിട്ടിയ ഒച്ച പന്ത് തട്ടിയതിനെ ബിന്നിയെ എന്ന്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കെന്താണ് നമ്മുടെ നെവിൻ ബിൻസി ഒരു വഴക്ക് പൊട്ടുന്നുണ്ട്. അത് ഒരു ബിൻസി പിന്നെ വിട്ടുകൊടുക്കത്തില്ല. ബിൻസി പറഞ്ഞ് നെവിൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയൊക്കെ പറയുന്നത് കേട്ടു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നെവിനും അത് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മളിത് പറഞ്ഞതാണ്. അതാണ് പിന്നെ ആ വഴക്കിനെ ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടാത്തത്. അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ പാവക്കൂത്ത് ടാസ്ക്, ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ള പാവക്കൂത്ത് ടാസ്ക് നടക്കുന്നത്. ആ ഒരു ടാസ്കിനെ വളരെ വൃത്തിയായിട്ട് ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ടാസ്കും ഞാൻ അങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഒരു റൗണ്ട് പുറത്ത് നമ്മുടെ ഈ ഗാർഡൻ ഏരിയയിൽ ഒരു റൗണ്ട് ഉണ്ട്. അവിടെ 3 പേര്, അതായത് ഷാനവാസ്, ബിന്നി, പിന്നെ നമ്മുടെ ആരായിരുന്നു അബി, ഇവരെ 3 പേരെയാണ് എല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ പോയിന്റ്സ് ഉള്ളവർ
അപ്പം ഇവർ 3 പേരും കൂടെ അതിൻ്റെ മേളിൽ നിൽക്കുന്നു. എന്നിട്ട് കറക്കി വിടുന്നു, കണ്ണൊക്കെ കെട്ടിയിട്ട് കറക്കി വിടുകയാണ്. അപ്പം മേളിൽ ഇവരുടെ ഫോട്ടോ ഉള്ള നമ്മുടെ എന്താണ് ഈ പാവ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഇവരുടെ തന്നെ പാവയിൽ ഇവർ അടിക്കണം. വേറെ ആരുടെ പാവയിൽ വേണമെങ്കിലും അടിക്കാം. ഏത് പാവ, ആരുടെ ഫോട്ടോ ഉള്ള ഏത് പാവയാണോ താഴെ വീഴുന്നത് ആ പാവയിൽ ആരുടെ ഫോട്ടോ ആണുള്ളത് അവരാണ് അടുത്ത ക്യാപ്റ്റൻ. അങ്ങനെ അടിച്ചിട്ടത് ഷാനവാസാണ്. ഷാനവാസിന്റെ തന്നെ മറ്റേ പാവയെ അടിച്ചിട്ടു. അങ്ങനെ ഷാനവാസ് അടുത്ത ക്യാപ്റ്റനായി മാറിയിട്ടുണ്ട്. അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് നോമിനേറ്റ് ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടാണ് ഇവർ 3 പേരും എത്തിയത് അവസാനം ഈ ഒരു ഗെയിം കളിക്കാനായിട്ട്. അപ്പം അനീഷ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ്. എന്നിട്ട് ഡയലോഗും അടിക്കുന്നുണ്ടായിരുന്നു, അവൻ വരട്ടെ, അവനെ എനിക്കൊന്ന് കാണണം, അവൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് കാണണം എന്നൊക്കെ അനീഷ് പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞ് ഇതൊന്നും പറയാനുള്ള ഒരു പോയിന്റ് പോലും അർഹത അനീഷിനില്ല. കാരണം അനീഷ് ഒരു മാങ്ങയും കാണിച്ചിട്ടില്ല, ഒരു ക്യാപ്റ്റനായിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അനീഷിനൊന്നും പറയാനായിട്ടുള്ള ഒരു അധികാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അനീഷ് എന്ത് പറഞ്ഞാലും ആരും ഒന്നും കേൾക്കത്തുമില്ല. കാരണം അത്രയ്ക്കും ചൊറിയനാണ്. ഇറിറ്റേറ്റിങ്ങിന്റെ സെൻസ് മാത്രമല്ലോ, അങ്ങനെ മാത്രമല്ല ഇവൻ പറയുന്ന രീതി, ഇവന്റെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ, അതൊന്നും ഒരിക്കലും നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അത്രയ്ക്കും ഒരു എന്തിനധികം പറയുന്നു, ഈ ഒരു ടാസ്ക് കളിക്കുമ്പോൾ തന്നെ എപ്പിസോഡിൽ കാണിച്ചില്ല. ആദ്യമേ ഈ കറക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. എപ്പിസോഡ് കണ്ടവര് ഈ കറക്കുന്നത് നമ്മുടെ ഉനിയിൽ നിന്ന് കറക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടത്. പക്ഷെ അങ്ങനെയല്ല. അതിനു മുമ്പ് അനീഷാണ് കറക്കാൻ നിന്നിരുന്നത്. അനീഷ് അത് മണ്ടത്തരം കാണിച്ച ആ ഒരു എന്താണ് സെറ്റ് മൊത്തം നശിപ്പിച്ചവൻ. അതുകൊണ്ട് ബിഗ് ബോസ് ഒരു കൊട്ടു കൊടുത്തിട്ട് പിന്നെ അവനോട് കറക്കണ്ടെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും കൂടെ സെലക്ട് ചെയ്തിട്ടാണ് ഉനിയിൽ കറക്കാൻ നിന്നത്. കാരണം അവനെ കൊണ്ട് പറ്റത്തില്ല. അവനൊരു ഗെയിം കറക്റ്റായിട്ട് നോക്കി അതെങ്ങനെ കളിപ്പിക്കണം, എങ്ങനെ ചെയ്യണം, ഇതൊന്നും അറിയത്തില്ല. അതുകൂടാതെ ഇവൻ കറക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കി. അങ്ങനെയാണ് ആ ഒരു എന്താണ് പ്രോപ്പർട്ടിക്ക് ഒരു ഡാമേജ് ഒക്കെ വന്നു. മനസ്സിലായില്ലേ? പക്ഷെ അത് ഒനിയിൽ കറക്റ്റായിട്ട് ഒരു സൈഡ് കറക്കി ഗെയിം നല്ല സുന്ദരമായിട്ട് കളിച്ചങ്ങനെ തീർന്നു. അപ്പോൾ അതൊക്കെ കഴിയുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ അനീഷ് വന്നിട്ട് ജയിൽ ഉദ്ഘാടനം നടത്തി. അനീഷ് ജയിലൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബാക്കി എല്ലാവർക്കും ചൊറിച്ചില്ല. ഇവനെ ഇഷ്ടമല്ല, ഇവനെ കൂവി വിളിക്കുക. കാരണം അവൻ്റെ കയ്യിരിപ്പ് അങ്ങനെ. ഫുഡ് കഴിക്കാൻ കിട്ടിയ ഫുഡ് അത് പോയിന്റ്സ് കൂടിയോണ്ട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നവനെ ആരെങ്കിലും വക വെക്കുമോ? ഭക്ഷണം അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഈ അനീഷിനും കൂടെ വേണ്ടിയിട്ടാണ്. റെന വഴക്കുണ്ടാക്കിയിരുന്നപ്പോൾ റെനയുടെ ഫുഡൊക്കെ പോയി എടുത്ത് തിന്നുന്ന കണ്ടു. റെന കൊടുത്തതാണെന്നാണ് പറയുന്നത്. റെന കൊടുത്തതാണ്, പക്ഷെ ഒരു ഉളുപ്പും ഇല്ലാതെ മേടിച്ച് തിന്നുന്നുണ്ട്. എന്നിട്ട് ഫുഡ് വേണ്ട ബിഗ് ബോസ് വേണ്ട, എല്ലാം തിരിച്ചെടുത്തേക്ക്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവൻ്റെ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അപ്പാനി അനുമോളും കൂടെ അകത്ത് കയറുന്നുണ്ട്. നമ്മുടെ ജയിലിനകത്ത് അവർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അകത്ത് കയറുന്നത്, ജയിൽ ഡ്രസ്സ്. അതിനുശേഷം ഇവർക്കൊരു ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി ത്രികോണ ആകൃതി, വട്ടം, അങ്ങനെ ഓരോ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറഞ്ഞ് ഒരു ടാസ്ക് ആദ്യമേ കൊടുക്കും. അതവർ ചെയ്യും. അതിനുശേഷം വളരെ രസകരമായിട്ട് ഇവർ കുറച്ച് പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട്. കാരണം ഇവർ ഈ ബഷീറും നമ്മുടെ നാരായണിയായിട്ട് കുറച്ച് നേരം അതിനകത്തിരുന്ന് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അനീഷ് അവനെ തീർക്കണം, അവനിട്ട് കൊടുക്കണം എന്നുള്ള മൂഡാണ് രണ്ടുപേർക്കും. അപ്പാനി അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പാനി പറയുന്നത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തീർക്കും ഇവനെ അടിച്ചൊതുക്കും ഞാനെന്നുള്ളൊരു മൂഡിൽ അപ്പാനി ഇരിക്കുന്നത്. അനുമോളും കൂടെ പിടിക്കുന്നുണ്ട്. കാരണം വെറുപ്പായി, എല്ലാവർക്കും വെറുപ്പായി. പ്രത്യേകിച്ച് ഇന്നത്തെ ആ ഫുഡിൻ്റെ കേസ്. അക്ബർ പോയി അത്രയും കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്ന ഇവൻ്റെ ഒരു മൈൻഡ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദേഷ്യമാണ് ഇവനോട്, എല്ലാവർക്കും ദേഷ്യമാണ്. അപ്പാനിക്ക് കുറച്ച് കൂടുതൽ ദേഷ്യമാണ്. പിന്നെ ഇന്ന് ജയിലിലും കൂടെ ആക്കി. അപ്പം ആദ്യത്തെ റൗണ്ട് ചപ്പാത്തി പരിപാടി എല്ലാം കഴിഞ്ഞ് ഇവർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് രസകരമായിട്ട് കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ കിടക്കാറായപ്പോൾ ഇവൻ വീണ്ടും വന്നു. ബിഗ് ബോസ് അടുത്ത ടാസ്ക് കൊടുത്തു. വീണ്ടും ഇവർക്ക് ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇവൻ രാത്രി വരുന്നുണ്ട്. പക്ഷെ ഇവൻ പറഞ്ഞിട്ട് ഇവനങ്ങ് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അവരുണ്ടാക്കുന്നില്ല, അവർ നൈസായിട്ട് അവൻ കിടക്കും. അവരുണ്ടാക്കിയില്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്നത്, ചോദ്യം വരുന്നത് ക്യാപ്റ്റൻ്റെ അടുക്കലാണ്. ക്യാപ്റ്റൻ്റെ അടുക്ക പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. ഒരു പോഴയാണെന്ന് ബിഗ് ബോസിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് കൺഫേം ആണ്, 101% ഉറപ്പാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ അനീഷിന് വഴക്കുണ്ടാക്കലാണ്, ചൊറിച്ചിലാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഒരു ടാസ്കോ ഒരു ഗെയിമോ ഒന്നും അവന് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. സോ ഒരിക്കലും ഇനിയും ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത്. ഈ സീസണിലെയും ആദ്യത്തെ ക്യാപ്റ്റൻ നല്ല ഒന്നാന്തരം ഫ്ലോപ്പ് ഒരു ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഒരു മാങ്ങ അറിയാത്ത ഒരു ക്യാപ്റ്റൻ. അടുത്ത ആഴ്ചത്തേക്ക് ഷാനവാസാണ്. ഷാനവാസെങ്കിലും നല്ലൊരു ക്യാപ്റ്റൻ ആവണമെന്നേ എനിക്കുള്ളൂ, വേറൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത്യാവശ്യം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ലൈവിൻ്റെ അപ്ഡേറ്റുകളുമായി അങ്ങോട്ടേക്ക് വരാം. അതുവരേക്കും അങ്ങോട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.